ഭാരതാംബ ചിത്രവിവാദത്തിൽ ഗവർണറെ നിലപാട് അറിയിക്കാൻ സർക്കാർ നിലപാട് വ്യക്തമാക്കി ഗവർണർക്ക് കത്ത് നൽകും. മുഖ്യമന്ത്രിയാണ് കത്ത് നൽകുക. 24 ബിഗ് ബ്രേക്കിംഗ്. ശ്രീജിത്ത് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കിയായിരിക്കും ഗവർണർക്ക് സർക്കാർ കത്ത് നൽകുക? ഉന്മേഷ്, ഭാരതാംബ വിവാദത്തിൽ സർക്കാരിൻ്റെ നിലപാട് ഗവർണറെ ഏറ്റവും ശക്തമായി അറിയിക്കാനുള്ള തീരുമാനമാണ് ഇന്ന് സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. മന്ത്രിസഭാ യോഗമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. ഭാരതാംബ വിവാദത്തിൽ സർക്കാരിൻ്റെ നിലപാട് അറിയിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിന് കത്തെഴുതും. ആ കത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇവയായിരിക്കും. ദേശീയ പ്രാധാന്യമുള്ള ചിഹ്നങ്ങളായിരിക്കണം സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടികളിൽ വെക്കേണ്ടത്. അതിനായിരിക്കണം പ്രാധാന്യം നൽകേണ്ടത്. സർക്കാർ പരിപാടികളിൽ തീർച്ചയായും ഈ ഭരണഘടനാനുസൃതമായ ചിഹ്നങ്ങളും സർക്കാരിൻ്റെ ഔദ്യോഗിക ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് എന്ന് ഗവർണറെ അറിയിക്കുകയാണ് ഈ കത്തിലൂടെ ചെയ്യുന്നത്. മറിച്ചുള്ള ചിത്രങ്ങളും മറ്റും ഉപയോഗിക്കുന്നത് ഉചിതമാവില്ല എന്ന കാര്യം സർക്കാർ നിലപാടായി തന്നെ സംസ്ഥാന സർക്കാരിന് വേണ്ടി മുഖ്യമന്ത്രി ഗവർണറെ അറിയിക്കും. ഭാരതാംബ ചിത്രം രാജ്ഭവനിലെ ഔദ്യോഗിക പരിപാടികൾ നിർബന്ധമാക്കിയതിൽ ഉള്ള സർക്കാർ നിലപാടാണ് അറിയിക്കുന്നത്. ജൂൺ 5 നടന്ന പരിസ്ഥിതി ദിന പരിപാടിയിലാണ് ഈ ഭാരതാംബയുടെ ചിത്രം നിർബന്ധമാക്കിക്കൊണ്ടുള്ള രാജ്ഭവന്റെ അറിയിപ്പ് വരുന്നത്. ആ പരിപാടിയിൽ നിന്ന് കൃഷിമന്ത്രി പി പ്രസാദ് പിന്മാറിയിരുന്നു. എന്നാൽ പിന്നീട് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെമായി ബന്ധപ്പെട്ട ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ പരിപാടിയിലും ഈ ചിത്രവിവാദം രാജ്ഭവൻ ആവർത്തിച്ചു. ഈ പശ്ചാത്തലത്തിലാണ് സർക്കാരിൻ്റെ നിലപാട് ഏറ്റവും ശക്തമായി അറിയിക്കാനുള്ള തീരുമാനം മന്ത്രിസഭ കൈക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ നിലപാടെടുക്കണമെന്ന ആവശ്യം സർക്കാരിന് മുന്നിലുണ്ടായിരുന്നു. കൃഷി വകുപ്പ് സെക്രട്ടറിയായ ബി അശോക് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫയൽ ചീഫ് സെക്രട്ടറിക്ക് അയച്ചിരുന്നു. ആ ഫയൽ സർക്കാർ പൊതുഭരണ വകുപ്പിൻ്റെയും ഒപ്പം തന്നെ നിയമവകുപ്പിൻ്റെയും ഉപദേശം തേടിയിരിക്കുകയാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് കടന്നുകൊണ്ട് സർക്കാർ നയപരമായൊരു തീരുമാനമെടുത്തിരിക്കുന്നു. ഗവർണറെ തങ്ങളുടെ നിലപാട് അറിയിക്കുന്നു. സർക്കാരിൻ്റെ ഔദ്യോഗിക ചിഹ്നങ്ങൾ മാത്രമേ ഔദ്യോഗിക പരിപാടികൾ ഉപയോഗിക്കാവൂ എന്നുള്ള കൃത്യമായ അറിയിപ്പാണ് ഗവർണർക്ക് നൽകാൻ പോകുന്നത്. ശ്രീജിത്ത്, ഇപ്പോൾ ഇക്കാര്യത്തിൽ നേരത്തെ വിവാദമുണ്ടായ സമയത്ത് അതിനുശേഷമൊക്കെ ഗവർണർ സ്വീകരിച്ചൊരു നിലപാടുണ്ടല്ലോ. ഭാരതാംബ ചിത്രം അത് ആ രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങുകളിലൊക്കെ ഉപയോഗിക്കുമെന്നുള്ള നിലപാടിൽ ഗവർണർ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടല്ലോ. അപ്പോൾ സർക്കാർ ഇത്തരത്തിൽ ഒരു കത്ത് നൽകുക, സർക്കാർ നിലപാട് ഔദ്യോഗികമായി അറിയിക്കുക എന്നുകൂടി വരുമ്പോൾ അപ്പോൾ അത് മൂർച്ഛിക്കാനാണോ സാധ്യത, ശ്രീജിത്ത്? ഉന്മേഷ്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അഥവാ മന്ത്രിസഭയുടെ ഉപദേശമനുസരിച്ചാണ് ഗവർണർ പ്രവർത്തിക്കേണ്ടത്. അതാണ് നമ്മുടെ ഭരണഘടനാ തത്വം. അപ്പോൾ മന്ത്രിസഭ എടുക്കുന്ന നയപരമായ തീരുമാനമാണ് സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടികളിൽ സർക്കാർ ചിഹ്നങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ, അതായിരിക്കും ഉചിതം എന്ന് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അഥവാ മന്ത്രിസഭ അറിയിച്ചാൽ അത് പാലിക്കാനുള്ള ബാധ്യത, ഭരണഘടനാപരമായ ബാധ്യത ഗവർണർക്കുണ്ട്. അത് ഗവർണർ ഏത് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിലും അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയധാര പിന്തുടരുന്ന ആളാണെങ്കിലും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ അഥവാ മന്ത്രിസഭയുടെ അഡ്വൈസ് അനുസരിച്ച് പ്രവർത്തിക്കാൻ ബാധ്യതപ്പെട്ട ആളാണ് ഗവർണർ. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു നിലപാട് സർക്കാരിൻ്റെ ഔദ്യോഗിക നിലപാടായി മന്ത്രിസഭ തീരുമാനമായി ഗവർണറെ അറിയിക്കുമ്പോൾ അത് നിശ്ചയമായും പാലിക്കേണ്ടതുണ്ട്. എന്നാൽ ഗവർണർക്ക് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ രാഷ്ട്രീയം പിന്തുടരുന്നതിനോ അല്ലെങ്കിൽ രാജ്ഭവനിലെ അദ്ദേഹത്തിൻ്റെ മാത്രമായ പരിപാടികളിൽ എന്തെങ്കിലും ചിഹ്നം പ്രദർശിപ്പിക്കുന്നതിനോ തടസ്സമില്ല. എന്നാൽ സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടികളിൽ കാവിക്കൊടി എന്തി ഭാരതാംബയുടെ ചിത്രം പോലുള്ള മറ്റ് സർക്കാരിൻ്റെ ചിഹ്നങ്ങളല്ലാത്ത ബിംബങ്ങളോ മറ്റോ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അതിനുള്ള ശക്തമായ എതിർപ്പ്, അതിനുള്ള നിലപാടാണ് ഇപ്പോൾ ഗവർണർ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട പോര് വർദ്ധിക്കുകയാണെങ്കിൽ അങ്ങനെ പോര് വർദ്ധിച്ചോട്ടെ എന്നൊരു നിലപാടും മന്ത്രിസഭയ്ക്കുണ്ട്.